ജോൺസൺ തേക്കടയിൽ അച്ഛൻ ഇപ്പോൾ ഓൺലൈനിൽ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് തേക്കടയിൽ അച്ഛനിലേക്ക് വരാം. അച്ഛാ, ഗുഡ് മോർണിംഗ്. മഞ്ചേശ്വരത്ത് അഷ്റഫ് നല്ല ലീഡിലേക്ക് കയറിയല്ലോ. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് ഓൾറെഡി അത് സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിന്റെ. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ഒരു LDF മുൻതൂക്കം കാണുന്നുണ്ട്. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ഈ മട്ടന്നൂര് നേരിയ ഭൂരിപക്ഷത്തിലാണ്. ജോൺസൺ അച്ഛാ കേൾക്കാലോ അല്ലെ? ഡ്രൈവിംഗിലാണോ? ഓക്കെ. ആ, എങ്ങനെ കാണുന്നു ഈ ഒരു ട്രെൻഡിനെ? 90 പിന്നിട്ടിരിക്കുകയാണ് UDF, 45-ലേക്ക് LDF എത്തിയിരിക്കുകയാണ്. NDA ഒരു 3 അക്കൗണ്ട്. ഇത് 2 കാര്യങ്ങളാണ് ഇതിനോട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന്, ജനമനസ്സുകളിൽ കുറെ നാളുകളായിട്ട് ജനങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കുറെ നാളുകളായിട്ട് ആളുകൾ ഇതേപോലുള്ള ഒരു വിധി ഉണ്ടാകണമെന്ന് ധരിച്ചു വെച്ചിരുന്നു. കാരണം പല വസ്തുതകളുണ്ടാകും. നമുക്ക് പിന്നീട് വിശദമായിട്ട് പരിശോധിക്കാം റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം. രണ്ടാമത്തെ കാര്യം, കേരളത്തെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഇവിടെ ഒരു മതേതരത്വമല്ലാതെ മറ്റൊരു തരത്തിലുള്ള വർഗീയതയ്ക്ക് വില ഉണ്ടാകുകയില്ലെന്നുള്ളതാണ്. 3 സീറ്റിലേക്ക് NDA ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. നമ്മൾ പറയുന്നത് എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സിൻ്റെ ഒരു വലിയ ചിത്രമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും എല്ലാ സമുദായങ്ങളെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നവരാണെന്നുള്ളതിൻ്റെ 2 തെളിവുകൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ജോയ് മത്സരിക്കുന്നതായിട്ടുള്ള തവനൂരും അതേപോലെ തന്നെ മലയോര കർഷകർ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ താമരശ്ശേരിക്കടുത്തുള്ള സ്ഥലം. ഈ 2 സ്ഥലങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ഇവിടുത്തെ ജനമനസ്സുകളിൽ യാതൊരു വിധത്തിലുള്ള മതവിദ്വേഷവുമില്ല. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകണമെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ എല്ലാ സമുദായങ്ങൾക്കും തുല്യ പങ്കാളിത്തമുണ്ടെന്നും എല്ലാവരെയും ഒരേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ കാണേണ്ടതാണെന്നുള്ള ഒരു വലിയ പാഠം പഠിപ്പിക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ കാണേണ്ടത്, അത് ഏതായാലും നമുക്ക് കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ചിത്രം വ്യക്തമാകുകയുള്ളൂ. എങ്കിലും ധർമ്മടത്തുള്ള ഒരു വിധിയാണ്. ധർമ്മടത്തെ ആ വിധി ഒരു പക്ഷെങ്കിൽ നമ്മളെയൊക്കെ വളരെ എന്താ പറയുക ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ മതേതരത്വത്തിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെയും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംസ്ഥാനമാണിതെന്ന് അതിലൂടെ തെളിയിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി കാണിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ചർച്ചയായി ചെയ്യപ്പെട്ടു. അത്തരത്തിലുള്ള വീക്ഷണങ്ങളോ സംസാരങ്ങളോ ഒന്നും തന്നെ വിലപ്പോകുകയില്ല. പക്ഷേ അത്തരത്തിലുള്ള സംസാരിക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുപിടിച്ചുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്ത നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്നും കൂടെ ഈ വിധി കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അച്ഛാ, എന്തായാലും അച്ഛനിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ വരാം. നമുക്ക് വിശദമായിട്ട് തന്നെ ഏകദേശം കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായ ഒരു കേരളത്തിന്റെ ഒരു ചിത്രം നമുക്ക് തെളിവായിട്ട് വരും. നമുക്ക് ഉടനെ വരാം. താങ്ക് യു അച്ഛാ. എന്തായാലും അച്ഛൻ എടുത്തു പറഞ്ഞത് തന്നെ ഈ ഒരു ധർമ്മടത്ത് പിണറായി വിജയന്റെ പുറകിൽ തന്നെയാണ്. അതായത് ആ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിനെതിരെയുള്ള ഒരു തിരിച്ചടി കൂടി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ 2-3 ഇത് പിന്നിട്ടിട്ട് പോലും ധർമ്മടത്ത് ഇപ്പോഴും പിണറായി വിജയൻ പുറകിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്.